നമസ്കാരം. കൈപ്പകശ്ശേരി ഗോവിന്ദംപുരി. ഭദ്രകാളി ഉപാസനയുടെ വിവിധ മാർഗങ്ങളെക്കുറിച്ചും വിവിധ വഴിപാടുകളെക്കുറിച്ചും ഞാൻ ഒരുപാട് നമ്മളുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ശരിക്ക് ഒരു മുജ്ജന്മ പുണ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഭദ്രകാളി ഉപാസന നടക്കുകയുള്ളൂ. ഒരു മുജ്ജന്മ സുഹൃതമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഭദ്രകാളി ഉപാസന കിട്ടുന്നത്. കാരണം കലിയുഗത്തില് നന്മ നൽകുന്ന ആരാണോ അയാളെ കാളി എന്ന് വിളിക്കുന്നു. കലിയുഗത്തിൽ ഭദ്രം നൽകുന്ന ആളാരാണോ അദ്ദേഹത്തെ ഭദ്രകാളി എന്ന് വിളിക്കുന്നു. നമുക്കറിവുള്ളതാണ്. ശരിക്ക് നമ്മുടെ ഹിന്ദു സനാതന ധർമ്മത്തില് തലയോട്ടിയാൽ മാല ധരിക്കുകയും ഭീമ വലിയ ദ്രംഷ്ടങ്ങളോട് നിൽക്കുകയും നാക്ക് നീണ്ടി ദാരികന്റെ തലയെ കയറി പിടിച്ചു നിൽക്കുന്ന ഭദ്രകാളിയെ ഒരുപാട് സമയത്ത് വിമർശന രൂപേണ പലരും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭദ്രകാളിയുടെ അവതാരം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ നന്മയുണ്ടാക്കുക, ഭൂമിയിൽ ഐശ്വര്യം ഉണ്ടാക്കുക, ദോഷമായി നിൽക്കുന്ന മോശമായി നിൽക്കുന്ന സ്വഭാവത്തെയും സിസ്റ്റത്തെയും അതിന്റെ എല്ലാ കാരണങ്ങളെയും ഇല്ലാതാക്കുക. അതാണ് ഭദ്രകാളിയുടെ ആ ആഗമന ഉദ്ദേശം തന്നെ. ഭദ്രകാളി ഉപാസന എന്ന് പറയുന്നത് പോലും പെട്ടെന്ന് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതാണ്. വളരെ പെട്ടെന്ന് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഭദ്രകാളി ഉപാസന എന്ന് പറഞ്ഞാൽ, ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ കറുത്ത വസ്ത്രവും കാവ്യമുണ്ടും അല്ലെങ്കിൽ നിറച്ച് ഭസ്മവും മാലയും ഇട്ടൊന്നും അല്ല ഉപാസന. ഒരു ഉപാസകൻ എന്ന് പറഞ്ഞാൽ ഒരു സന്യാസി സ്വരൂപനാവണം എന്നൊരു നിർബന്ധമില്ല. എല്ലാ ദിവസവും ഭദ്രകാളിയെ തൊഴുന്നവൻ പോലും ഭദ്രകാളി ഉപാസകനാണ്. ഈ ഭദ്രകാളി ഉപാസകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭദ്രകാളിയെ മനസ്സിൽ കൊണ്ടു നടന്ന് പ്രാർത്ഥിക്കുന്നവൻ, അത്രമാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ ഭദ്രകാളി ഉപാസന കൊണ്ട് മറ്റൊരവസ്ഥയും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ആകണം, ഇങ്ങനെയൊക്കെ ആയാലേ ഉപാസനയുള്ളൂ. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സ്ത്രീകളെ നിന്ദിക്കുന്നവര്, സ്ത്രീകളെ ദോഷിക്കുന്നവര്, സ്ത്രീകളെ അപമാനിക്കുന്നവര്, അല്ലെ സ്ത്രീകൾക്കെതിരായി പ്രവർത്തിക്കുന്നവരെ ആരെയും ഭദ്രകാളി ഉപാസകനായി തെരഞ്ഞെടുക്കില്ല. അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, മെയിലായാലും ഫീമെയിലായാലും സ്ത്രീകളോട് ബഹുമാനം പുലർത്തണം എന്നൊരു വസ്തുത വളരെ വ്യക്തമായിട്ട് ഭദ്രകാളി പറയുന്നുണ്ട്. വൈദിക കാര്യങ്ങളിലായാലും ആധ്യാത്മിക കാര്യങ്ങളിലായാലും ആത്മീയമായിട്ടാണെങ്കിലും എന്തിനായാലും ഭദ്രകാളിക്കുള്ള പ്രാധാന്യം നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് ദുഃഖങ്ങളെയായാലും, ഏത് ദുരിതങ്ങളെയായാലും, ഏത് സങ്കടങ്ങളെയായാലും, ഏത് മൃത്യുദോഷങ്ങളെയായാലും, ഏത് ശത്രുബാധകളെയായാലും ഒരേ നിമിഷം ഒറ്റയടിക്ക് ഇല്ലാതാക്കി അവിടെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ബഹുക്ഷേമം ഉള്ള ഒരു ഭഗവതി എന്ന് പറയുന്നത് ഭദ്രകാളി തന്നെയാണ്. നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാരകത്വവും വഹിക്കുന്നതിനാൽ സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഒരു ജീവിതത്തിന് ഇതിൽ പരം മൂർത്തിഭാവം വേറൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അതായത് ദാരികൻ എന്നൊക്കെ പറഞ്ഞാൽ ദാരികന്റെ കഴുത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം വീണാൽ അതിൽ 1000 ദാരികന്മാരുണ്ടാകുന്നു എന്ന് പറയുന്ന അത്രയും ഭീമാകാരനായി നിൽക്കുന്ന ശത്രുവിനെ വധിച്ച് അതിന്റെ ശിരസ്സുമായി നിൽക്കുന്ന ഭദ്രകാളി എന്ന് പറഞ്ഞാൽ നമുക്കെതിരായി നിൽക്കുന്ന ഏത് ദോഷങ്ങളെയും, ഏത് ദുരിതങ്ങളെയും, ഏത് സങ്കടങ്ങളെയും എത്ര വലുതായാലും എത്ര കഠിനമായാലും അതിനെ ഇല്ലാതാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് നന്മയുടെ പ്രകാശത്തെ നൽകാൻ പറ്റുന്നത് ആരാണോ അത് ഭദ്രകാളിയാണ്. അപ്പൊ ഭദ്രകാളിയുടെ അത്രയും മഹാത്മ്യത്തെ കുറിച്ച് ഞാൻ പറയണത് ഭദ്രകാളി 10 എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. നിങ്ങൾക്ക് പലരും അറിയാം, കമന്റ് ബോക്സിൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഭദ്രകാളി 10 ചൊല്ലാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ ഭദ്രകാളി 10 എന്ന് പറയുന്നത് വളരെ ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് കുളിച്ച് രാവിലെയോ വൈകുന്നേരമോ ഒരു നെയ്വിളക്കിന്റെ മുമ്പിലോ എണ്ണവിളക്കിന്റെ മുമ്പിലോ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിരുന്ന് ആ ഭഗവതിയായി നിൽക്കുന്ന ഭദ്രകാളിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ആ ഭഗവതിയായി നിൽക്കുന്ന നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സ്വരൂപമായി നിൽക്കുന്ന ഭഗവതിയെ മനസ്സിൽ ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശത്രുക്കളെയും മുഴുവൻ ഹരിക്കുന്ന ആ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, എങ്ങനെ ആ രൂപത്തെ നമ്മൾ മനസ്സിലോർത്തുകൊണ്ട് ഈ ഭദ്രകാളി 10 എന്ന് പറയുന്ന ആ ശ്ലോകം ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും ചൊല്ലാമെങ്കിൽ ഭഗവതിയുടെ പൂർണ്ണമായ അനുഗ്രഹവും പൂർണ്ണമായ സംരക്ഷണത്തിലായിരിക്കും നിങ്ങൾ എന്ന് പറയുന്നത്. ഒരു തവണ എന്ന് ഞാൻ പറയുള്ളൂ, ഒരുപാട് തവണയല്ല. ഭദ്രകാളി 10 എന്ന് പറയുന്ന ആ ഒരു നാമം അല്ലെങ്കിൽ ആ ശ്ലോകം ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും ചൊല്ലാം. അത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയൊക്കെയാണ് വളരെ കേമായിട്ട് കൂടുതലുള്ള. അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ പോയിട്ട് സൈഡിൽ 200 രൂപ ഒരു തവണ ചൊല്ലാം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ 10 100, അമ്പലത്തിൽ 10 ചോദിച്ചാൽ 100ന്റെ ഫലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാം. നമ്മൾക്ക് സ്ഥിരം കുടുംബത്തെ, എല്ലാ ദിവസവും കുടുംബത്ത്, നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കുമാണ് പ്രാധാന്യം കൂടുതലായി ഓരോ വിഷയങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്.
അല്ലെങ്കിൽ വിഷമതകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഷമതകളിൽ നിന്ന് പരിരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നിസ്സാരമായി നിൽക്കുന്ന പ്രാർത്ഥനയുടെയും നാമജപത്തിലൂടെയും ഓരോ ഭക്തനെയും പരിരക്ഷിച്ച് സമാധാനപരമായി നിൽക്കുന്ന സന്തോഷകരമായ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ ഇത് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഭദ്രകാളി ഉപാസകന്മാരാണ് എങ്കിൽ നിർബന്ധമായി, ദേവി ഉപാസകന്മാരാണ് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഭദ്രകാളിപ്പത്ത് എന്ന് പറയുന്നത് ഒന്ന് പഠിക്കണം എന്നുള്ളതാണ്. പഠിക്കാത്തവര്, അറിയാവുന്നവര് ചൊല്ലുക. അതായത് എന്താ പറയുക, അച്ചിട്ടെന്നൊക്കെ നമ്മൾ പണ്ട് പറയണ പോലെ, എഴുതി വെച്ച പോലെ ഉറപ്പായ സംരക്ഷണത്തിന്റെ കാരകത്വമാണ് ഭഗവതി. അതുപോലെ തന്നെ അനുഗ്രഹം നൽകുന്നതാണ് ഭദ്രകാളിപ്പത്ത്. ആ ഭദ്രകാളിപ്പത്ത് അറിയാൻ മേലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഞാൻ എഴുതി കാണിക്കാം. കാരണം കുറച്ച് നീണ്ടതാണ്. അത് വളരെ വൃത്തിയായിട്ട് വേണം എന്ന് മാത്രം. കാരണം വെറുതെ ഒരു ശുദ്ധത്തിലൊന്നും ആവരുത്. ഇന്നാള് നമ്മള് ഒരാളോട് ചോദിച്ചു എങ്ങനെയാ വിളക്ക് കൊളുത്തണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വൈകുന്നേരം വന്ന് ഞാൻ വെറുതെ കാലും മുഖം ഒന്ന് കഴുകി വിളക്ക് കൊളുത്തും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പാടില്ല. കാരണം വിളക്കിലെ നമ്മൾ ഒരു ഈശ്വര ചൈതന്യമായി കറ്റുമ്പോൾ അറ്റ്ലീസ്റ്റ് മേല് കഴുകുകയെങ്കിലും വേണം എന്ന് അദ്ദേഹത്തിന് ഞാൻ പണ്ട് പറഞ്ഞു കൊടുത്തു. അതിപ്പോ ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ മാറുക എന്നുള്ളതാണ്. വൈകുന്നേരം രാവിലെ ആണെങ്കിൽ ശുദ്ധിയായിട്ട് വൃത്തിയായിട്ട് ഒരു പലകയിലൊക്കെ ഇരുന്ന് ഭഗവതിയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ മാറണമെന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു തവണ, ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഭദ്രകാളിപ്പത്ത് ചൊല്ലിയാൽ വേറെ നിങ്ങൾ എങ്ങും നോക്കണ്ട, മുമ്പിലോ പുറകിലോ നോക്കണ്ട, ഭഗവതി നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റു എന്ന് മാത്രമല്ല, പൂർണ്ണമായ സംരക്ഷണം, പൂർണ്ണമായ നന്മ, പൂർണ്ണമായ ഐശ്വര്യം. ഭദ്രകാളിപ്പത്ത് എന്ന് പറഞ്ഞ ജപത്തിലൂടെ ഒരു കുടുംബത്തെ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ആ ഉറപ്പ്, യാതൊരു സംശയവുമില്ലാത്ത ഉറപ്പ്. നമസ്കാരം.